നവംബർ 9 എന്ന ബുക്കിന്റെ റിവ്യൂ കണ്ടാലോ? നവംബർ 9 ഒരു റൊമാന്റിക് ഫിക്ഷൻ നോവലാണ്. കൊലിൻ ഹൂവർ ആണ് ഈ ബുക്കിന്റെ ഓഥർ. ഇത് ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആയിരിക്കും. അതുകൊണ്ട് ബുക്കിനെ കുറിച്ച് ഒരു ഹൈ ലെവൽ ഐഡിയ കിട്ടിയിട്ട് വേണം ഇതിന് വായിച്ചു തുടങ്ങാൻ എന്ന് വിചാരിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു കൊലിൻ ഹൂവർ ഫാൻ ആണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഓഥറിന്റെ എല്ലാ ബുക്സും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ് എന്ന്. സോ ഒരു ഹോണസ്റ്റ് റിവ്യൂ തന്നെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഫസ്റ്റ് ഈ ബുക്ക് വായിച്ചപ്പോഴുള്ള എന്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. ഇതൊരു ടീനേജ് ടൈം ആൻഡ് ഏർലി 20s രണ്ടുപേരുടെ കഥയാണ്. ഫസ്റ്റ് വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു പൈംഗ്ലി സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയത്. റിയലി ഇങ്ങനെയൊക്കെ നടക്കോ, ഒരു ഫാന്റസി പോലെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിചാരിച്ചു 30s എനിക്ക് ചിലപ്പോൾ ടീനേജ് ടൈമിലെ സ്റ്റോറീസ് അങ്ങനെ സിങ്കപ്പ് ആവാത്തോണ്ടായിരിക്കും എന്ന്. കുറച്ച് വായിച്ചിട്ട് തീരെ ഇൻട്രസ്റ്റ് വന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം എന്ന് വരെ ഞാൻ വിചാരിച്ചതാണ്. ബട്ട് കുറച്ച് സെക്ഷൻ കഴിയുമ്പോഴേക്കും കഥയുടെ പോക്കങ്ങ് മാറും. ആസ് യൂഷ്വൽ കൊലിൻ ഹൂവറിന്റെ സ്പെഷ്യാലിറ്റി ആയ കുറെ ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിന്റെ POV നല്ലപോലെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലാണ് റൈറ്റിംഗ് ഉള്ളത്. ഓവറോൾ തുടക്കത്തിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിയാലും 2 സെക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള കഥയുടെ പോക്കും ഇമോഷണൽ ഫാക്ടേഴ്സും ഒക്കെ എനിക്ക് ഇഷ്ടമായി. കുറെ ബ്ലഷിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല മറ്റു കൊലിൻ ഹൂവറിന്റെ ബുക്സ് പോലെ ഇത് അത്ര സ്പൈസിയും അല്ല. ഓവറോൾ ഗുഡ് റീഡ് എന്ന് തന്നെ പറയാം. സ്പോയിലർ ഒന്നും അധികം ഇല്ലാതെ ഒരു ഹൈ ലെവൽ ഐഡിയ ഈ സ്റ്റോറിനെ കുറിച്ച് ഇനി ഞാൻ പറയാം. ഫാലൻ ആൻഡ് ബെൻ ആണ് ഈ ബുക്കിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്. ആക്ടിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഫാലൻ നല്ലൊരു TV ഷോയിൽ ആക്ട് ചെയ്ത് പോപ്പുലർ ആവുന്ന ടൈമിലാണ് ലൈഫിൽ നടക്കുന്ന ഒരു അൺഎക്സ്പെക്ടഡ് ഇൻസിഡന്റ് കാരണം ആക്ടിംഗ് കരിയർ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ആക്ടിംഗ് തന്റെ ജീവിതത്തിലല്ല എന്നൊക്കെ വിചാരിച്ച് ഓഡിയോ ബുക്ക് നറേഷൻ ഒക്കെ ചെയ്ത് ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ബെന്ന് ഒരു നോവലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അവർക്ക് രണ്ടുപേർക്കും 18 വയസ്സുള്ളപ്പോഴാണ് അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അതും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് നവംബർ 9 അതിന്റെ അടുത്ത ദിവസം ഫാലന് സ്റ്റഡീസിനും കരിയറിനും ഒക്കെ വേണ്ടിയിട്ട് ലോസ് ഏഞ്ചൽസിൽ നിന്ന് ന്യൂയോർക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു ദിവസം മാത്രമാണ് ഒരുമിച്ച് കിട്ടുന്നത്. രണ്ടുപേരുടെയും സ്റ്റഡീസ്, കരിയർ, അംബിഷൻസ് ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് അടുത്ത 5 വർഷത്തേക്ക് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും വേണ്ട, ഫോൺ നമ്പർ പോലും അവർ ഷെയർ ചെയ്യില്ല. പക്ഷെ എല്ലാ വർഷവും നവംബർ 9 തിരിച്ച് ഇതേ റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ അവർ മീറ്റ് ചെയ്യുന്ന ഓരോ നവംബർ 9 ആണ് ഓരോ സെക്ഷനിലായിട്ട് ഈ ബുക്കിൽ ഉള്ളത്. ഇത്ര കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ഫാന്റസി സ്റ്റോറി പോലെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടല്ലേ? യെസ്, ഫസ്റ്റ് എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ടീനേജ് ടൈമിലെ ഒരു പൈംഗ്ലി സ്റ്റോറി പോലെ. പക്ഷെ ഒരു 2-3 നവംബർ 9 സെക്ഷൻസ് കഴിയുമ്പോഴേക്കും സ്റ്റോറിയുടെ പോക്കങ്ങ് മാറുന്നു. ഒരു ദിവസം മാത്രം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ടുള്ള 5 വർഷത്തേക്ക് നവംബർ 9 എന്ന ഒരു ദിവസം മാത്രം മീറ്റ് ചെയ്യുന്ന അവർക്കിടയിലെ ലവ് അതെന്തുകൊണ്ടായിരിക്കും? ഫാലനെ ബെൻ എന്തുകൊണ്ടാണ് അത്രമാത്രം സ്നേഹിക്കുന്നത്? അവർ എന്തുകൊണ്ടാണ് മറ്റു ദിവസങ്ങളിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ എല്ലാ വർഷവും നവംബർ 9 മീറ്റ് ചെയ്യുന്നത് എന്നതിന് ഒരു കാരണം പറയുന്നുണ്ട്. അതാണ് കഥയിലെ ട്വിസ്റ്റ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. സെക്കൻഡ് ഹാഫ് ഓഫ് ദ ബുക്ക് ഇത്ര ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത്. ആദ്യമൊക്കെ ഇത്ര ഫാന്റസിയായി പോയാലും സ്റ്റോറിയിലെ ട്വിസ്റ്റും കൊലിൻ ഹൂവറിന്റെ റൈറ്റിംഗ് സ്റ്റൈലും എല്ലാം കൂടിയിട്ട് എനിക്ക് ഈ ബുക്ക് ഇഷ്ടമായി എന്ന് തന്നെ പറയാം. യു ആർ എ കൊലിൻ ഹൂവർ ഫാൻ ആൻഡ് ഓഥറിന്റെ മറ്റു ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ദോ ഇറ്റ് എൻഡ്സ് വിത്ത് സെവരിറ്റി പോലുള്ള ബുക്സിന്റെ അത്ര പവർഫുൾ അല്ലെങ്കിലും. ഇനി കൊലിൻ ഹൂവറിന്റെ ബുക്സ് ഇതുവരെ വായിച്ചിട്ടില്ല, പക്ഷേ റൊമാന്റിക് ഫിക്ഷൻ ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ കൊലിൻ ഹൂവർ ഹേറ്റർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് ഇഷ്ടമാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറച്ച് പേര് നെഗറ്റീവായിട്ട് കമന്റ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ ഒപ്പീനിയൻസും. സോ ബേസ്ഡ് ഓൺ യുവർ വ്യൂ ഈ ബുക്ക് വായിക്കാനായിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ കൊലിൻ ഹൂവറിന്റെ മറ്റു ബുക്സ് ആയ ഇറ്റ് എൻഡ്സ് വിത്ത് അസ്, ഓൾ യുവർ പെർഫെക്റ്റ്സ്, റിമൈൻഡേഴ്സ് ഓഫ് ഹിം ഇതിന്റെയൊക്കെ ബുക്ക് റിവ്യൂസ് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ബുക്ക് റിവ്യൂ വീഡിയോസ് ഒക്കെ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് ബുക്കിനെ കുറിച്ച് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഉടനെ തന്നെ വീഡിയോസ് ഇടാം, ഇല്ലെങ്കിൽ വായിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒപ്പം ധാരാളം ബുക്സ് വായിക്കുക. ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.